ഹലോ, ഇന്ന് ബാംഗ്ലൂരിലെ 3-ാം ദിവസമാണ്. ഇന്നലെ ഞങ്ങൾ വെറുതെ മാളിക്കൂടെയൊക്കെ കറങ്ങി നടക്കുമായിരുന്നു. ചൂടൊക്കെ കാരണം ലുലുവിലൊക്കെ പോയി, പിന്നെ ഓറിയോൺ മാളിലൊക്കെ പോയി. അതെ, പുതിയ ഡ്രസ്സൊക്കെ എടുത്തു. അമ്മയ്ക്കും എടുത്തു. ഇവിടെ അമ്മ അച്ഛനും എടുത്തു, കിച്ചു എടുത്തു. കിച്ചു ഫോണില്ല, ഫോണിലല്ലേ കളിക്കുവാണോ? കിച്ചു ഹായ് പറ. കിച്ചു എന്നാ മൂഡ് ഓഫ് എന്നാ? കളിപ്പാട്ടം വാങ്ങണം. എത്ര രൂപയുടെ? 1000 രൂപയുടെ ഹൾക്ക്. ചെറുതൊന്നും പിടിക്കൂല. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പം ഇപ്പോൾ സമയം എത്ര? 1:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റത് കാരണം ഇപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി ബനീർഘട്ട് നാഷണൽ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ ബനീർഘട്ട് നാഷണൽ പാർക്കിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ സമയം 3:30 കഴിഞ്ഞു. ഞങ്ങൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. ഇപ്പോൾ ഇവിടെ പാർക്കിങ്ങിലല്ല, അതിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലായി എവിടെ പാർക്ക് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ബനീർഘട്ട് എൻട്രൻസിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ ഇനി ആ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കും. നല്ല വെയിലുണ്ട്, പക്ഷേ വലിയ ചൂടൊന്നുമില്ല. നമ്മുടെ അത്രയും അവിടുത്തെ അത്രയും ചൂടൊന്നുമില്ല ഇവിടെ. എന്നാ അവൻ കളിപ്പാട്ടം ഇവിടെ ഫുള്ള് നിരന്നിരിക്കുക. കട എലി പുന്നല് കണ്ട പോലെയാണ് കിച്ചു. കളിപ്പാട്ടം, പിന്നെ ഫുഡ്. ഇതേ അവിടെ ആ കാണുന്നതാണ് ടിക്കറ്റിൻ്റെ സ്ഥലം. ഇത് നമ്മൾ ജസ്റ്റ് ഒരു വഴി പോലെ. സഫാരി പാർക്കിലേക്കും സൂവിലേക്കും 2 വഴിയാണെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ഒരു 6 വർഷം മുന്നേ ഞാനും അച്ഛനും അമ്മയും, അന്ന് കിച്ചുമില്ല, ഞങ്ങൾ 3 പേരോട് വന്നപ്പോൾ ഇവിടെ ഒരു തവണ കയറിയിട്ടുള്ളൂ. പക്ഷെ അന്ന് ട്രക്കിങ്ങിന് ഇവിടെ സഫാരി പാർക്കിൽ പോകാൻ പറ്റിയില്ല. സൂവിൽ മാത്രമാണ് ഞങ്ങൾ കയറിയിട്ടുള്ളൂ. സൂവിൽ ചിലപ്പോഴേ കയറുള്ളൂ. സൂവിലൊക്കെ മൈസൂർ, പിന്നെ തൃശ്ശൂർ, തിരുവനന്തപുരം, അങ്ങനെ കുറേ സൂവിലൊക്കെ ഇവനെ കയറ്റി അങ്ങനെ മൃഗങ്ങളൊക്കെ ഇഷ്ടംപോലെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ സഫാരി ഇതുവരെ പോയിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ സഫാരി കണ്ടോ. ഞാനും അമ്മേൻ്റെ ട്വില്ലിങ്ങാണ്, അച്ഛനും ഉണ്ട്. ഒരേപോലത്തെ അല്ല, എന്നാലും അത്യാവശ്യം സമയമുണ്ട്. ഞങ്ങൾ ഒരു കടയിൽ നിന്നിട്ട് ഒരമ്മ പെറ്റ മക്കളെ പോലെ. വെയിലുണ്ട്, പക്ഷെ ചൂടില്ലല്ലേ അമ്മ? ഒത്തിരി കുഴപ്പമില്ല, ഉണ്ട്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. 4 പേരുണ്ട്. കിച്ചുവിന് കിഡാണ്, എന്നാലും അവന് ഫുൾ ടിക്കറ്റ് തന്നെ എടുക്കണം. 5 വയസ്സിന് മേളിലേക്കുള്ള എല്ലാവർക്കും തന്നെ എടുക്കണം. ഇവനിപ്പം 5 വയസ്സ് ആയിന്ന് പറഞ്ഞു, എന്നാലും അവന് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് AC ആണെങ്കിൽ ബസ്സാണ്. AC ബസ്സാണെങ്കിൽ ഒരാൾക്ക് 670 അല്ലേ? 670. ഒരാൾക്ക് 670. നോൺ AC ആണെങ്കിൽ
370 പകുതി പൈസ. ഞങ്ങളിപ്പോൾ വലിയ ചൂടില്ലാത്തത് കൊണ്ട് നോൺ AC ബസ്സാണ് പറഞ്ഞത്. വെറുതെ 3150 രൂപയാണ്. നമ്മൾ 4 പേർക്കും കൂടെ AC ബസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതാകുമ്പോൾ ഗ്ലാസ് ഒന്നും താത്തിയിടാൻ പറ്റില്ല. മൃഗങ്ങൾ ഇപ്പോൾ ട്രക്കിംഗ് അല്ലേ, അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് താത്തി അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും കൂടെ ഞങ്ങൾ നോൺ AC എടുത്തു. 4:30 വരെയാണ് ലാസ്റ്റ് ബസ്. ഇപ്പം 3:45 കഴിഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ഏരിയയിലാണ് ഇരിക്കണേ. ഇവിടെ ബസ് ആൾ കുറവായത് കാരണം ഇവിടെ ബസ്സൊക്കെ കുറച്ചൊരു 20-30 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളിത് ഇവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ്. പോസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ തന്നെ എടുക്കുമായിരിക്കും. ആ സെക്യൂരിറ്റി ഒരു 20-30 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. എടുത്താൽ കൊള്ളാം. ഞങ്ങളിപ്പോൾ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞത് ആൾക്കാരൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ വണ്ടിയിലോട്ട് കയറാൻ തുടങ്ങുകയാണ്. ഞങ്ങളിപ്പോൾ വണ്ടി കയറിയിരിക്കും. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി എടുക്കും. ପଞ୍ଝା ଆଣିକି ଏଇଠି ପକେଇଦବ ସେଇଭଳିଆ ହେଲା, ତା ନଖ ପକର ହାତ ମାରିବୁନି. AC ബസ് എടുക്കുന്നതിന് മുന്നേ ഞങ്ങൾ വലിയ ചൂടൊന്നുമില്ലെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പം വെയിൽ വളരെ കുറവാണ് ഇവിടെ. AC ഇങ്ങനെ എടുത്താൽ മതിയായിരുന്നു. വീഡിയോയിൽ ക്ലിയർ ആണോന്നറിയില്ല. ഭയങ്കര വെയിലാണ്. അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഇപ്പം കുറഞ്ഞു. പിച്ചു എവിടെ? മയിലെവിടെയാ? കരടി ഡാൻസ് കളിക്കാൻ. കരടി എന്ത് ചെയ്യുവാ? എന്നെ കാണാൻ വന്നവരാണോ? ഞങ്ങൾ ബനിയർഘട്ട നാഷണൽ പാർക്കിലെ സഫാരി കഴിഞ്ഞ് എത്തി. എങ്ങനെയുണ്ടായിരുന്നു? പക്ഷേ അടിപൊളി. പക്ഷേ എന്നേക്കാൾ നല്ല സിംഹത്തിനും ഞാൻ കണ്ടില്ല അവിടെ. കഷ്ടം. പക്ഷെ സാധനം നല്ലതായിരുന്നു. പക്ഷെ ഞാൻ AC ബസ് എടുക്കാതിരുന്നത് നന്നായി. അതിനുള്ളതില്ല കേട്ടോ. കടുവ, പുലി, കടുവ, സിംഹം, ആന, മാന്,
കരടി ആ കരടി അതല്ലേ ആ മങ്കി മങ്കി. എന്നൊക്കെ കണ്ടോന്ന് ചോദിച്ചു അവനോട്. കിച്ചു എന്നൊക്കെ കണ്ടു? കടുവ, പിന്നെ ആന, പിന്നെ വെള്ളക്കടുവ, പിന്നെ എടാ അതൊക്കെ കൊരങ്ങൻ, കൊരങ്ങൻ, പിന്നെ സിംഹം, സിംഹം. പിന്നെ എന്നെ കണ്ടേ? വെള്ളക്കടുവ, എന്നെ കണ്ടോ? ആന. ഇത്ര സാധനത്തിനൊക്കെ നിങ്ങൾ കണ്ടു. കുറച്ച് നേരമേ ഉള്ളൂ. അതെ കിച്ചുന് ഭയങ്കര സന്തോഷമായി. അവൻ അവസാനം കടുവയും വെള്ളക്കടുവയൊക്കെ അടുത്ത കൂടെ പോയത്. നല്ല രസമുണ്ടായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു തവണയെങ്കിലും വരണം. സൂവിൽ പോകുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടപ്പെട്ടു ഈ സാധനം, നല്ലതാണ്. വെയിലാണെങ്കിൽ നമ്മൾ തുടങ്ങിയ സമയത്തേ ഉണ്ടായിരുന്നുള്ളൂ. കാട്ടിൽ കയറി പിന്നെ വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തണ്ണിമത്തൻ കുഴപ്പമില്ല. തിരിച്ച് കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക. അച്ഛ ഇനി എന്താ പരിപാടി? ഇനി സൂര്യ പോണെങ്കിൽ കയറാം, ആലോചിക്കാം. യെസ്, പ്ലാനിങ് ഒന്നുമില്ല, വെറുതെ അങ്ങോട്ട്. ഇനി മുന്നേ ഇവിടെ വന്നപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലത്തും ഞങ്ങൾ കയറിയതാണ്. കബൺ പാർക്ക്, ലാൽബാഗ്, പിന്നെ സ്നോ സിറ്റി, പിന്നെ ഇവിടെ സൂ ഒക്കെ കുറേ സ്ഥലത്ത് കയറിയതാണ്. അതുകൊണ്ട് ഇനി കയറിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവനെ കൊണ്ട് സ്നോ സിറ്റിയിൽ കയറാൻ പറ്റില്ല, കുഞ്ഞു പിള്ളേർക്ക്. അതുകൊണ്ട് അത് പറ്റൂല. പിന്നെ ലാൽബാഗും കബൺ പാർക്കൊക്കെ വെറുതെ ഈ വെയിലത്ത് തത്തിക്കുത്തി നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ, കരിഞ്ഞു പോകും. മാങ്ങ എങ്ങനെയുണ്ട് മാങ്ങ? കുഴപ്പമില്ല. എല്ലാം കൂടെ മിക്സായി പണിയാവുമോ? വലിയ സുഖമില്ല. ഒരു പഴുത്ത മാങ്ങയാണ്, പച്ച മാങ്ങ ഉപ്പുമുളകുമാണ് രസം. ഇത് എനിക്കിഷ്ടപ്പെട്ടില്ല. വാടിയിരിക്കുന്ന പോലെ എനിക്കിഷ്ടപ്പെട്ടില്ല. അമ്മയുടെ പുത്തൻ റെയ്ബാൻ ഗ്ലാസ് എങ്ങനെയുണ്ട്? അതെ, $120. രൂപയല്ല, ഡോളർ. എൻ്റെയും പുത്തൻ റെയ്ബാൻ ഗ്ലാസ്. എത്ര $120? $120 റെയ്ബാൻ ഗ്ലാസ്. ഓക്കെ, അത് കൂട്ടില്ല. ഇനി ഇതൊറ്റ പീസായിരുന്നു. അമ്മയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് എക്സ്ചേഞ്ച് ആയാലോ? എനിക്ക് മറ്റേ തന്നെ മതി. എൻ്റെ ഫേവറേറ്റ്, ഞാൻ ഇഷ്ടപ്പെട്ടെടുത്തത് ഞാൻ പിന്നെ വച്ചു നോക്കിയാണ് അറിയാം. എക്സ്ചേഞ്ച് ഓഫർ ഇല്ല, അമ്മയ്ക്ക് താല്പര്യമില്ല. തിരിച്ചു കൊടുത്തേക്കാം. വണ്ടി ചെന്നിട്ട് വെക്കാം, വെറുതെ മേടിച്ച ഉടനെ ഒടിച്ച് കളയേണ്ട ആവശ്യമില്ല. നമ്മളെ കൊണ്ടൊന്നും പറ്റൂല. കളിയാക്കാൻ എളുപ്പമല്ലേ? അതെ, കളിയാക്കാനൊക്കെ എളുപ്പം. അവർ നടക്കുന്ന കഷ്ടപ്പാട് അവർക്ക് അറിയുള്ളൂ. കൂട്ട്